നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് അരാഷ്ട്രീയതയാണെന്ന് CR നീലകണ്ഠൻ. കുണിയൻപറമ്പത്ത് ഭഗവതി ക്ഷേത്രം എഡ്യൂക്കേഷണൽ സൊസൈറ്റി കുണിയൻ എൽ സ്കൂളിന്റെ ശിലാസ്ഥാപനം P. കരുണാകരൻ MP നിർവഹിച്ചു. തീരദേശവാസികളോട് അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച നോർത്ത് കേരള ദളിത് ക്രിസ്ത്യൻ ഫെഡറേഷൻ മാട്ടൂൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ഇതര സംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ച് പാൻടെക് സുരക്ഷാ മൈഗ്രന്റ് പ്രോജക്ടിന്റെ രണ്ടാംഘട്ട സ്ക്രീനിംഗ് ക്യാമ്പ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിനോദസഞ്ചാരികളെ മാടി വിളിച്ച് ഹരിതീർത്ഥകര വെള്ളച്ചാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് അരാഷ്ട്രീയതയാണെന്ന് CR നീലകണ്ഠൻ. CK രാമചന്ദ്രൻ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ അന്നൂർ പൗരാവലി സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചാനലുകളിലെ ചർച്ചകളിൽ പൊതുവേദികളിൽ പലരും പറയുന്നത് പാടത്ത് കൂലി ചെയ്താൽ വരമ്പത്ത് കിട്ടും എന്നാണ് ഒരു പ്രമുഖനായ നേതാവ്. പാടത്ത് കൂലി ചെയ്താൽ വരമ്പത്ത് കിട്ടണം, അങ്ങനെ അതിനുവേണ്ടി സമരം ചെയ്ത ആളുകളല്ലേ നമ്മൾ, അല്ലേ? പാടത്ത് കൂലി ചെയ്താൽ പണി ചെയ്താൽ വരമ്പത്ത് കൂലി കിട്ടാൻ വേണ്ടി സമരം ചെയ്തവരാണ്. പക്ഷേ പണിയും കൂലിയും ഇതല്ല. അരാഷ്ട്രീയതയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. പാടത്ത് പണി, വരമ്പത്ത് കൂലി എന്ന പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ പ്രസംഗം ഇതിന് പ്രകടമായ തെളിവാണ്. പാടത്തെ പണിയും കൂലിക്കും വേണ്ടി സംഘടിച്ചവരാണ് ഈ നേതാവിന്റെ പാർട്ടിക്കാർ. എന്നാൽ ഇന്നത്തെ പാടത്തെ കൂലിയും പണിയും അതല്ല. പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CR നീലകണ്ഠൻ അഭിപ്രായപ്പെട്ടു. അത്തായി ബാലൻ അധ്യക്ഷത വഹിച്ചു. ഭാസ്കരൻ വെള്ളൂർ അക്രമവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. K. രാമചന്ദ്രൻ, K. രാജീവ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കുണിയൻപറമ്പത്ത് ഭഗവതി ക്ഷേത്രം എഡ്യൂക്കേഷണൽ സൊസൈറ്റി കുണിയൻ ALP സ്കൂളിന്റെ ശിലാസ്ഥാപനം P. കരുണാകരൻ MP നിർവഹിച്ചു. C. കൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. കർഷക പോരാട്ടങ്ങളുടെ ഓർമ്മകൾ ജ്വലിക്കുന്ന മണ്ണിൽ ഇനി വിദ്യാഭ്യാസ പെരുമയും പരക്കും. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള കുണിയൻ KKR നായർ മെമ്മോറിയൽ LP സ്കൂൾ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ വിദ്യാലയത്തെ ജില്ലയിലെ തന്നെ മികച്ച വിദ്യാലയമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് പുതിയ കെട്ടിട സമുച്ചയം വരുന്നത്. എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് M. കുമാരൻ മാസ്റ്റർ സ്വാഗതം മോദിയ ചടങ്ങിൽ ക്ഷേത്രമന്ത്രി തിരിയൻ തൈവളപ്പിൽ നാരായണൻ ഭദ്രദീപം തെളിയിച്ചു. കുണിയന്റെ പ്രശസ്തി ഇനി ഈ വിദ്യാലയത്തിന്റെ പേരിൽ കൂടി അറിയപ്പെടട്ടെ എന്ന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചുകൊണ്ട് P. കരുണാകരൻ MP അഭിപ്രായപ്പെട്ടു. പഴയ കാലഘട്ടങ്ങളിൽ സ്വകാര്യ സ്കൂളുകൾക്കാണ് എല്ലാ സൗകര്യങ്ങളും. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗവൺമെൻറ് സ്കൂളുകൾക്ക് അത് MLA ഫണ്ടായാലും MP ഫണ്ടായാലും ജില്ലാ പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും മറ്റ് ഏജൻസികളായാലും അവർക്ക് നൽകാൻ വേണ്ടി കഴിയും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മുമ്പ് നമ്മൾ സ്വകാര്യ സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വലിയ വിദ്യാലയങ്ങൾ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത് ശ്ലാഘനീയമായ പ്രവൃത്തിയാണെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് C. കൃഷ്ണൻ MLA പറഞ്ഞു. SV. വിനയകുമാർ സമ്മാന പദ്ധതിയുടെ കാർഡ് ഏറ്റുവാങ്ങി. ക്ഷേത്രം ആചാരക്കാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. രാഘവൻ, വാർഡ് മെമ്പർമാരായ K. സഹദേവൻ, K. സുധാകരൻ, പ്രധാനാധ്യാപകൻ K. വിജയൻ മാസ്റ്റർ, VV. ശ്രീധരൻ, P. പവിത്രൻ, A. വേണു മാസ്റ്റർ, PV. വാസുദേവൻ, K. രജനി, K. നാരായണൻ, MV. രമേശൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി VP. ദാമോദരൻ മാസ്റ്റർ നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. തീരദേശവാസികളോട് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് August 1 തിങ്കളാഴ്ച നോർത്ത് കേരള ദളിത് ക്രിസ്ത്യൻ ഫെഡറേഷൻ മാട്ടൂൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. കടലാക്രമണം മൂലം ദുരിതമനുഭവിക്കുന്ന മാട്ടൂൽ നിവാസികളുടെ പ്രശ്നം പരിഹരിക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം. കടൽക്ഷോഭം നടന്ന പ്രദേശങ്ങളിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക, പ്രദേശത്ത് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, കടൽക്ഷോഭത്തിൽ തകർന്ന തീരദേശ റോഡ് ഗതാഗതയോഗ്യമാക്കുക, കടൽഭിത്തി തകർന്ന പ്രദേശങ്ങളിൽ കടൽഭിത്തി പുനർനിർമ്മിക്കുക, ശാസ്ത്രീയമായ രീതിയിൽ പുലിമുട്ട് നിർമ്മിക്കുക, കടൽ തീരത്ത് വനവൽക്കരണം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നതെന്ന് NKDFC പ്രവർത്തകർ പറയുന്നു. നമുക്കറിയാം, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും വേണ്ട രീതിയിൽ
ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ്. ഇതിൻ്റെ ഇരകളായി മാറുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള അടിസ്ഥാന ജനവിഭാഗമായ ദളിതരും മതന്യൂനപക്ഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മളിതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എവിടെയാണ് ഈ സാധാരണ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കിട്ടുക? ഇത്തരം അവസ്ഥകൾ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകളും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടങ്ങളൊന്നും കാണാതെ പോകുമ്പോൾ ഈ പൊതുജനം എവിടെയാണ് നിൽക്കേണ്ടത്? ഇത്തരം കാര്യത്തിൽ കൃത്യമായ ഒരു സാമൂഹ്യ ബോധം ജനങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാദർ തോംസൺ കൊറ്റിയത്ത, KB സൈമൺ, KG വർഗീസ് തുടങ്ങിയവർ പ്രക്ഷോഭ പരിപാടിക്ക് നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ശതാബ്ദി ആഘോഷത്തിനൊരുങ്ങി പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവിലിന്റെ അധ്യക്ഷതയിൽ ശ്രീകൃഷ്ണൻ MLA സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. വിവിധ തലങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയും ഇപ്പോഴും സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ, അങ്ങനെയെല്ലാം നമ്മുടെ പയ്യന്നൂരിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിക്കാൻ സാധിക്കത്തക്ക നിലയിൽ നാട്ടിൻ്റെ നാനാ മേഖലകളിലുമായി അവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. പയ്യന്നൂരിൻ്റെ മഹിമ അവിടെയെല്ലാം അറിയിക്കുന്നതിന് അവരെല്ലാം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനാധ്യാപകൻ TS രാമചന്ദ്രൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കരട് പദ്ധതി അവതരണവും ചർച്ചയും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സഞ്ജീവൻ, കൗൺസിലർ AK ശ്രീജ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളുടെ നടത്തിപ്പിനായി മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, MP മാരായ P കരുണാകരൻ, PK ശ്രീമതി, MK രാഘവൻ, KC വേണുഗോപാൽ, ശ്രീകൃഷ്ണൻ MLA എന്നിവർ രക്ഷാധികാരികളായും ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ചെയർമാനും KP ജ്യോതി, TI മധുസൂദനൻ എന്നിവർ വൈസ് ചെയർമാൻമാരും TS രാമചന്ദ്രൻ ജനറൽ കൺവീനറും CK ബിന്ദു ട്രഷററുമായുള്ള വിപുലമായ സംഘാടക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. യോഗത്തിൽ പ്രിൻസിപ്പൽ CK ബിന്ദു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷിജു KV നന്ദിയും പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ച് പാൻടെക് സുരക്ഷാ മൈഗ്രന്റ് പ്രൊജക്ടിന്റെ രണ്ടാംഘട്ട സ്ക്രീനിംഗ് ക്യാമ്പ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. 200 പേർ ക്യാമ്പിൽ സംബന്ധിച്ചു. സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ അനുദിനം വർദ്ധിച്ചു വരുന്നതോടെ നിരവധി പ്രശ്നങ്ങളാണ് ഉടലെടുക്കുന്നത്. അടുത്തിടെയുണ്ടായ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങളിലും ലഹരിക്കടത്ത്, അനാശാസ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലും ഇതര സംസ്ഥാന ദേശക്കാർ ഉൾപ്പെട്ടതോടെയാണ് ഇവരുടെ മൊത്തത്തിലുള്ള വിവരശേഖരണം അത്യന്താപേക്ഷിതമാണെന്ന് അധികാരികൾക്ക് ബോധ്യമായത്. ഇതിന്റെ ഭാഗമായുള്ള രണ്ടാംഘട്ട സ്ക്രീനിംഗ് ക്യാമ്പ് തൃക്കരിപ്പൂർ ഹൈസ്കൂളിൽ നടന്നു. ജാർഖണ്ഡിൽ നിന്നുള്ളവരാണ് കൂടുതൽ തൊഴിലാളികൾ. പശ്ചിമ ബംഗാൾ, ഒറീസ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനക്കാരും വളരെ ഉത്സാഹത്തോടെ ക്യാമ്പിൽ പങ്കെടുത്തു. എല്ലാവരുടെയും രക്തഗ്രൂപ്പ്, വിരലടയാളം എന്നിവ ശേഖരിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്, ജനമൈത്രി പോലീസ് ചന്ദേര, തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രി, പ്രാഥമികാരോഗ്യ കേന്ദ്രം ഉടുമ്പുന്തല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് വിജയകരമായി രണ്ടാംഘട്ട ക്യാമ്പും സമാപിച്ചത്. ചന്ദേര SI അനൂപ് കുമാർ, ജനമൈത്രി CRO SI പത്മനാഭൻ, CPOമാരായ രാജുമോഹൻ, രതീഷ്, അജയൻ, ശൈലജ, ഡോക്ടർ ടിൻഡു ദേവരാജന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരും പാൻടെക് മൈഗ്രാന്റ് പ്രവർത്തകരും ജനപ്രതിനിധികളും ക്യാമ്പ് നിയന്ത്രിച്ചു. മൂന്നാംഘട്ട ക്യാമ്പ് അടുത്ത ഞായറാഴ്ച നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അശരണർക്ക് ആശ്രയ പദ്ധതിയിൽ വീടൊരുങ്ങി. ഉടുമ്പുന്തലയിലെ കരികടവിലെ TV ജാനകിക്ക് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ബാവ ഉദ്ഘാടനം ചെയ്തു. 49 വയസ്സായെങ്കിലും ഒന്ന് നിവർന്നു നിൽക്കാനോ ശരിയാം വിധം ഇരിക്കാനോ സാധിക്കാത്ത മകൻ. TV വിജയന്റെയും അമ്മ TV ജാനകിയുടെയും കഥ ദയനീയമാണ്. പരസഹായമില്ലാതെ ഒന്നും സാധിക്കാത്ത മകനു വേണ്ടി ജീവിക്കുകയാണ് ജാനകി. നിർധന കുടുംബത്തിനായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ആശ്രയ പദ്ധതിയിൽപ്പെടുത്തി സൗത്ത് തൃക്കരിപ്പൂർ വില്ലേജിൽ ഒളവറ കരികടവിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ബാവ നിർവഹിച്ചു. VK ബാവയിൽ നിന്നും TV ജാനകി താക്കോൽ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗീതാ രമേശൻ, വാർഡ് മെമ്പർ AK സക്കീന, CDS ചെയർപേഴ്സൺ പ്രസന്ന ചന്ദ്രൻ, ADS CDS അംഗങ്ങൾ, വാർഡ് വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. NBS പയ്യന്നൂർ പുസ്തകോത്സവത്തിന് തിങ്കളാഴ്ച ഗാന്ധി പാർക്കിൽ തുടക്കമാകും. NBSന്റെ പുസ്തകങ്ങൾക്കൊപ്പം പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങളും മേളയിൽ ലഭ്യമാകുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 1 മുതൽ 10 വരെയാണ് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ NBS പുസ്തക പ്രദർശനവും വിൽപ്പനയും നടക്കുന്നത്. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് പ്രവർത്തന സമയം. NBS പുസ്തകങ്ങൾക്ക് പുറമെ കേരളത്തിലെ പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങളും ഇംഗ്ലീഷ് പുസ്തകങ്ങളും വിൽപ്പനയ്ക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. ആകർഷകമായ ഡിസ്കൗണ്ടും മേളയിൽ ലഭ്യമാകും. മേളയുടെ ഉദ്ഘാടനം
നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവലിന്റെ അധ്യക്ഷതയിൽ EP രാജഗോപാലൻ നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി A. അശോകൻ, K. ശിവകുമാർ, ജിജോ മുരളി എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. CITU തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം കാലിക്കടവ് K. കുഞ്ഞിക്കണ്ണൻ നഗറിൽ നടന്നു. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തെ 5ാമത്തെ ട്രേഡ് യൂണിയൻ സംഘടനയായിട്ടുള്ള CITU ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന തന്നെയാണ്. അംഗസംഖ്യയിൽ നമ്മൾ 5ാമത്താണെങ്കിലും ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വേദികളിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗ ഐക്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സംഘടനകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് CITU. ഇന്ത്യയിലെ തൊഴിലാളി വർഗ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടനയാണ് CITU. അതുകൊണ്ട് തന്നെ CITUവിനെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് പ്രസക്തിയില്ലെന്നും ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ ഉദ്ഘാടന യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. TV ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KV ജനാർദ്ദനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രക്തസാക്ഷി പ്രമേയം PK ലക്ഷ്മിയും അനുശോചന പ്രമേയം TV വിനോദും അവതരിപ്പിച്ചു. CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TV ഗോവിന്ദൻ, MV കോമൻ നമ്പ്യാർ, CITU ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M. അമ്പുഞ്ഞി, K. നാരായണൻ, മുനമ്പത്ത് ഗോവിന്ദൻ, TV കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. MV ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി കാലിക്കടവിൽ നിന്ന് പ്രകടനവും നടന്നു. കുഞ്ഞിമംഗലം വടക്കൻകോവൽ ഭഗവതി ക്ഷേത്രം ഉന്നത വിജയികളെ അനുമോദിച്ചു. സുദീപ്തം 2016 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഒരു സമയം പോലും കളയാതെ നിരന്തരമായി തുടർച്ചയായി ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിൽ ഈ വിഷയം ഉന്നയിക്കാനും ഇപ്പോൾ നമുക്ക് സർക്കാരിന്റെ പരിഗണനയിലേക്ക് ഈ ഗ്രാമത്തെ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും നമുക്ക് ഈ പൈതൃക ഗ്രാമത്തെ നമുക്ക് കേരളത്തിലെ മുൻനിര ഗ്രാമങ്ങൾ ഒന്നാക്കി ഒരു കലാഗ്രാമമാക്കി മാറ്റിയെടുക്കാൻ MLA എന്ന നിലയിൽ എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളിൽ ഒരാൾ എന്ന നിലയിലുള്ള പിന്തുണയും സഹായവും ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. ക്ഷേത്രം ആചാരക്കാരും കാരണവന്മാരും ദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. SSLC വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും മുഖ്യപ്രഭാഷണവും സംസ്കൃത സർവകലാശാല പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രം പ്രൊഫസർ ഡോക്ടർ ലിസി മാത്യു നിർവഹിച്ചു. +2 വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. കുഞ്ഞിരാമൻ നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KV കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. VV രാജൻ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം T. താജുദ്ദീൻ, പരിയാരം മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ K. രമേശൻ, തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് ലെക്ചറർ സിതാര അന്നൂക്കാരൻ, വനിതാ സമിതി സെക്രട്ടറി TV സിന്ധു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. അമ്മമാർക്ക് ഇംഗ്ലീഷ് ശില്പശാലയൊരുക്കി കൊഴുമ്പൽ ഗവൺമെന്റ് LP സ്കൂൾ. കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ പരിശീലനം അമ്മമാരിലൂടെ എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പഞ്ചായത്ത് പ്രസിഡന്റ് M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. Almost all the nouns can be used as verbs. മലയാളത്തിൽ നമുക്ക് ചില പ്രയാസമുണ്ട് അല്ലേ? ഈ സബ്ജക്റ്റ് കർത്താവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൗൺ എന്ന് പറയുന്ന നാമം, ഈ നാമവും ക്രിയയും വേറെ വരല്ലേ നമുക്ക്? ബട്ട് നോ സച്ച് എ ഡിസ്റ്റിങ്ഷൻ. Almost all the nouns can be used as verbs. പയ്യന്നൂർ AO P. രാമദാസൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രൈമറി ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് ഭാഷ സമീപനവും പഠനരീതിയും എന്ന വിഷയത്തിൽ ഡയറ്റ് കണ്ണൂർ സീനിയർ ലെക്ചറർ KM സോമരാജൻ ക്ലാസ്സെടുത്തു. ചടങ്ങിൽ SMC ചെയർമാൻ V. മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ UV സുഭാഷ്, മദർ PTA പ്രസിഡന്റ് നിത്യ K. എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ. ഇനി സഞ്ചാരികളെ ഇതിലെ വിനോദസഞ്ചാരികളെ മാടിവിളിക്കുന്ന ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടത്തെയാണ് ഇന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് വലിയ പുതുമയൊന്നും പകർന്നെന്ന് വരില്ല. എന്നാൽ കാങ്കോലാലപ്പടമ്പ പഞ്ചായത്തിലെ ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടം നമുക്ക് ആനന്ദം പകരുക തന്നെ ചെയ്യും. മാത്തലിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ഈ പാലൊഴുകുന്ന വെള്ളച്ചാട്ടം. പ്രകൃതി കനിഞ്ഞരുളിയ ഇവിടം അടുത്ത കാലം വരെ അധികമാരുടെയും കണ്ണിൽപ്പെട്ടിരുന്നില്ല. അടുത്ത കാലത്തായാണ് അവധി ദിവസങ്ങളിൽ ഇവിടെ തിരക്കനുഭവപ്പെട്ടു തുടങ്ങിയത്. കാലവർഷം ആരംഭിച്ചതോടെ മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം താഴേക്ക് തട്ടുതട്ടായി പതിക്കുകയാണിവിടെ. മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. വെള്ളച്ചാട്ടത്തിനരികെ എത്തിച്ചേരുക എന്നതും ഏറെ ശ്രമകരമായ ഒന്നാണ്. കുത്തനെയുള്ള ഇടവഴികളിൽ കൂടി വേണം ഈ വെള്ളച്ചാട്ടത്തിലെത്താൻ. സ്വകാര്യ വ്യക്തികൾ വിലക്കിയാൽ ഈ യാത്രയും അസാധ്യമാകും. താഴെ എത്തിയാൽ നിറയെ പാറക്കൂട്ടങ്ങളാണ്. മഴയിൽ പാറകൾ വഴുക്കുകയും ചെയ്തിരിക്കുന്നു. എങ്കിലും ഇവിടേക്ക് ആളുകളുടെ ഒഴുക്ക് തന്നെയാണ്.
താഴേക്ക് പതിക്കുന്ന വെള്ളത്തിന് ചുവട്ടിൽ നിൽക്കുക എന്നത് തന്നെ ഹരം പിടിപ്പിക്കുന്ന ഒന്നാണല്ലോ. ഇവിടെ എത്തുന്നവരുടെ ആധിക്യം പരിസരത്തെ മലിനമാക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. പുതിയ സാഹചര്യം കണക്കിലെടുത്ത് ഈ വെള്ളച്ചാട്ടത്തെ സംരക്ഷിക്കാൻ പഞ്ചായത്ത് ഒരു സമിതിക്കും രൂപം നൽകിയിട്ടുണ്ട്. KSSPU പഠന യൂണിറ്റ് കൺവെൻഷൻ ഉദനൂരിൽ നടന്നു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ സംഘടന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് പഴയ കാലത്ത് നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇന്ന് ഇത്തര സംഘടനയിലുള്ളത്. ഉദനൂർ സെൻട്രൽ ക്ഷീരോത്പാദക സഹകരണ സംഘം ഹാളിൽ നടന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഠന യൂണിറ്റ് കൺവെൻഷനിൽ നവാഗതരായ പെൻഷനർമാരെ അംഗത്വം നൽകി വരവേറ്റു. 75 വയസ്സ് കഴിഞ്ഞ പെൻഷനർമാരെ ആദരിക്കുകയും SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ പെൻഷൻ കുടുംബത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V കൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് PK മാധവൻ മാസ്റ്റർ, ബ്ലോക്ക് പ്രസിഡന്റ് K ജയറാം പ്രകാശ്, K സുജാതൻ മാസ്റ്റർ, G ചന്ദ്രൻപിള്ള, PP കുഞ്ഞികൃഷ്ണൻ, EP ഗോപിനാഥൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എരമംകുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് യാത്രയപ്പ് സമ്മേളനം മാതമംഗലം ബാങ്ക് ഹാളിൽ നടന്നു. ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും TV രാജേഷ് MLA നിർവഹിച്ചു. വലിയ ഒരു കാലയളവ്, മിക്കവാറും 30 വർഷം സേവനമനുഷ്ഠിക്കാൻ സാധാരണ നിലയിൽ ജീവനക്കാർക്ക്. കാരണം 58-ാം വയസ്സിലാണ് സഹകരണ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തത്. സർക്കാർ സർവീസ് 56, സർക്കാർ സർവീസിനേക്കാൾ 2 വർഷം കൂടി സഹകരണ മേഖലയിൽ, കേന്ദ്ര സർവീസിൽ അത് 60. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ബാങ്ക് ജീവനക്കാരൻ PV ശങ്കരനുള്ള ഉപഹാര സമർപ്പണം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ നിർവഹിച്ചു. മുൻ പ്രസിഡന്റുമാരായ KV ഗോവിന്ദൻ, KB ബാലകൃഷ്ണൻ, സ്പെഷ്യൽ ഗ്രേഡ് ഓഡിറ്റർ ശശിധരൻ കാട്ടൂർ, CATU പ്രസിഡന്റ് K രാജൻ, KCU പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം K സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സത്യഭാമ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ A ബാലകൃഷ്ണൻ, MP ദാമോദരൻ എന്നിവർ സംബന്ധിച്ചു. PV ശങ്കരൻ മറുപടി പ്രസംഗവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പുത്തൂർ മഹാത്മാ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രകൃതി ചികിത്സാ ക്യാമ്പും പ്രകൃതി ഭക്ഷണ പാചക പരിചയവും പുത്തൂർ ALP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV രാധാമണി ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണശീലങ്ങൾ കൊണ്ട് രോഗികളാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പാശ്ചാത്യ ഭക്ഷണ രീതികൾ വ്യാപകമാവുകയും ഇത് പുതിയ തലമുറയുടെ ഒരു ശീലമായി മാറുകയുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുത്തൂർ മഹാത്മാ പുരുഷ സ്വയം സഹായ സംഘം പ്രകൃതി ചികിത്സാ ക്യാമ്പും പ്രകൃതി ഭക്ഷണ പാചക പരിചയവും സംഘടിപ്പിച്ചത്. പാടത്തും പറമ്പിലും ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പാചക പരിചയമാണ് ചടങ്ങിൽ നടന്നത്. പ്രകൃതി ചികിത്സാ ക്ലാസും പാചക പരിചയ ക്ലാസും കണ്ണൂർ വർമാജി പ്രകൃതി ജീവന കേന്ദ്രം സെക്രട്ടറി PK വസന്ത കൈകാര്യം ചെയ്തു. ഒരു ചിന്തയിൽ നമ്മുടെ ഭക്ഷണം നേരെയാക്കി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു രോഗവും വരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. എന്റെ കാര്യം മാത്രമല്ല, 40 വർഷമായിട്ട് ഞാൻ ഒരു ഡോക്ടർക്ക് പോയിട്ടില്ല, ഒരു മരുന്നും കഴിച്ചിട്ടില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. ദോശയും ഇഡലിയും വടയുമൊന്നും മലയാളിയുടെ ഭക്ഷണമല്ലെന്നും ഒരു നാടിൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ച ഭക്ഷണമാണ് ആ നാട്ടിൽ ജീവിക്കുന്നവർ കഴിക്കേണ്ടതെന്നും ക്ലാസ് എടുത്തുകൊണ്ട് വസന്ത PK പറഞ്ഞു. സംഘം പ്രസിഡന്റ് കുഞ്ഞികൃഷ്ണൻ K അധ്യക്ഷത വഹിച്ചു. പെരളം ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസ് ഡോക്ടർ സനിൽകുമാർ MV മുഖ്യാതിഥിയായി. P ജയചന്ദ്രൻ, രാജീവൻ P എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. കരിവള്ളൂർ A1 ലൈബ്രറി വായനാപഥത്തിന്റെ ഭാഗമായി സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരാമുഖം പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. വത്സൻ പിൽക്കോട് പുസ്തകം പരിചയപ്പെടുത്തി. ഒരു ചാറ്റർ ബോക്സ് ആയി ഒരു സാംസ്കാരിക പ്രവർത്തകൻ അധപ്പതിക്കാൻ പാടില്ല. പ്രോബ്ലം മുന്നോട്ട് വെക്കുന്നു എങ്കിൽ സൊല്യൂഷൻ പറയാനുള്ളത് കൂടി അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. ഇതിനെയാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് എങ്കിൽ മനുഷ്യജീവിതത്തിലെ വികാരതീക്ഷ്ണമായ ഒട്ടേറെ മുഹൂർത്തങ്ങൾ മനുഷ്യാവസ്ഥയുടെ വ്യത്യസ്ത മുഖങ്ങളെ ചൈതന്യവത്തായ ഭാഷയിലൂടെ വരച്ചുകാട്ടിയ നോവലാണ് സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരാമുഖമെന്ന് ചർച്ചയ്ക്ക് അവതാരികയായി സംസാരിച്ചുകൊണ്ട് വത്സൻ പിലിക്കോട് അഭിപ്രായപ്പെട്ടു. വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. കരുവള്ളൂർ A1 ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്ന ചർച്ചയിൽ നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ.
പേരൂൽ പടിഞ്ഞാറേക്കര ഗ്രാമം സ്വയം സഹായ സംഘം സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ ഹോമിയോപ്പതി വകുപ്പ്, കുറ്റൂർ എരമം വെള്ളോറ ഹോമിയോ ഡിസ്പെൻസറികൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ ജീവിതശൈലീ രോഗങ്ങളായ രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ, തൈറോയ്ഡ് ഗ്രന്ഥി സംബന്ധമായ രോഗങ്ങൾ, മൈഗ്രെയിൻ, അലർജി, തുമ്മൽ, ശ്വാസമുട്ടൽ, അസിഡിറ്റി തുടങ്ങിയ വിവിധ രോഗങ്ങൾക്ക് പരിശോധന നടന്നു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ മരുന്ന് വിതരണവും നടന്നു. എരമംകുറ്റൂർ പഞ്ചായത്ത് അംഗം ECK നിഷ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ചന്ദ്രിക, NV പത്മനാഭൻ, KV രവീന്ദ്രൻ, രഞ്ജിത്ത് NE എന്നിവർ ചടങ്ങിൽ ആശംസ സംസാരിച്ചു. KV ദാമോദരൻ, അജിത്ത് PC എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് മഴക്കാല രോഗങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന ക്ലാസ്സിന് ഡോക്ടർ സുബി KB നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ടോപ്പേഴ്സ് ഡേ 2016 അഭിനന്ദനവും അവാർഡും നൽകിയ പരിപാടി ലൈവിന്റെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. +2 A+ വിജയികൾ, SSLC A+ വിജയികൾ, LSS, USS, NMMS വിജയികൾ, A+ വിജയികളുടെ രക്ഷിതാക്കൾ എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. വിദ്യാഭ്യാസപരമായ പുരോഗതിയെ ലക്ഷ്യം പ്രാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസമായി പുരോഗമിച്ചാൽ മാത്രമേ ഒരു സമൂഹം അതിൻ്റെ ഏറ്റവും നല്ല ഉന്നതങ്ങളിൽ എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളുകളിൽ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ലൈവ് ഭാരവാഹികളും അടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. സൗജന്യ നീന്തൽ പരിശീലനവുമായി DYFI എരമം മേഖലാ കമ്മിറ്റി. എരമം പുല്ലുപാറയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P സജികുമാർ ക്ലാസ് എടുത്തു. മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള നീന്തൽ പരിശീലനത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിലൂടെ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് എല്ലാ സ്ഥലങ്ങളിലും 1 മാസക്കാലമാണ് പരിശീലന കാലാവധി. ഉദ്ഘാടന യോഗത്തിൽ DYFI എരമ മേഖലാ പ്രസിഡന്റ് K രാജേഷ് അധ്യക്ഷത വഹിച്ചു. സാഹസിക നീന്തൽ താരം ചാൾസൺ ഏഴിമല മുഖ്യാതിഥിയായിരുന്നു. M അരുൺ, CR ഗോവിന്ദൻകുട്ടി, VP സതീശൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കണ്ടോന്താർ ഒരുമ സ്വാശ്രയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പാമ്പുകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അന്നുക്കാരൻ പവിത്രൻ ക്ലാസ് എടുത്തു. ഈ പ്രവർത്തനം ഒരു വളർന്നു വരുന്ന തലമുറക്ക് ഒരു അവയർനെസ് ക്ലാസ്, ഒരു ബോധവൽക്കരണ ക്ലാസ്, നമ്മുടെ ചുറ്റുപാടും കാണുന്ന പാമ്പുകളെ, അവയുടെ ജീവിത രീതികളെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നു എന്നത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പന്തൂവൽ തന്നെ എന്ന് ഞാൻ കാണുന്നു. ജിതേഷ് KPയുടെ അധ്യക്ഷതയിൽ K രാമചന്ദ്രൻ മാസ്റ്റർ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ക്ലാസ്സിന് 7 ലോട്ടെ പവിത്രൻ അന്നുകാരൻ നേതൃത്വം നൽകി. രതീഷ് BV സ്വാഗതം ആശംസിച്ചു. പാമ്പിനെക്കുറിച്ചറിയാനും ചികിത്സയെക്കുറിച്ചറിയാനും നിരവധി പേരാണ് ക്ലാസ്സിൽ സംബന്ധിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. തൃക്കരിപ്പൂർ പേക്കടം ശ്രീ കുറുവാപ്പള്ളിയറ ദേവസ്വം രാമായണത്തെ ആസ്പദമാക്കി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ക്ഷേത്രം സ്ഥാനികൻ ശ്രീധരൻ കയലക്കാരൻ ഉദ്ഘാടനം ചെയ്തു. രാമൻ തന്റെ യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് ഒരു അവതാര പുരുഷനാണ്. അദ്ദേഹം ഒരു അസുര നിഗ്രഹം നടത്തേണ്ട വ്യക്തിയുമാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ കൃത്യനിർവഹണം യഥാർത്ഥത്തിൽ അദ്ദേഹം മറക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ ആ കൃത്യനിർവഹണം ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരു മഹർഷി അവിടെ വന്നിരുന്നു. 10ാം തരം വരെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച പ്രശ്നോത്തരിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. രാമായണത്തെ അധികരിച്ച് നടന്ന പ്രശ്നോത്തരി ഭാസ്കരൻ പണിക്കർ നിയന്ത്രിച്ചു. രാമായണ വരികൾ ഈണത്തിൽ ചൊല്ലി സന്ദർഭോചിതമായ ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടികളുടെ അറിവിനെ ചികഞ്ഞുള്ള മികച്ച മത്സരമായിരുന്നു ദേവസ്വം ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയത്. ക്ഷേത്രസ്ഥാനികരും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരുമടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഇനി മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. കാക്കിയും ഗൗണും കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ വിലക്കുന്നുവോ? പ്രേക്ഷക പ്രതികരണങ്ങൾ. വക്കീലന്മാർ പരിമിതി പാലിക്കണമെന്ന് പ്രമുഖ വക്കീലന്മാർ തന്നെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. കാളീശ്വരൻ രാജ്, അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ പോൾ പോലെയുള്ള പ്രഗത്ഭരായ വക്കീലന്മാർ ഈ സംരംഭത്തെ ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുകയും വക്കീലന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ അതിക്രമങ്ങൾ
ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. നിശ്ചയമായിട്ടും ഈ രണ്ട് വിഭാഗവും ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാതെ കണ്ട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അങ്ങനെ നാട്ടിൻ്റെ സമാധാനം കൈവരുത്താൻ കോടതികളിലും അനാചാര സംഭവങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നലെ ഇപ്പോൾ പോലീസുകാർ, മാധ്യമപ്രവർത്തകർ ഇവർ കാരണം ഇതിന് ആരെയാണ് കുറ്റം പറയേണ്ടത്? കാരണം ഇതിന് ശരിക്കും അവരുടെ ആ ഒരു ധാർഷ്ട്യം കാരണം നാണിപ്പിക്കുന്ന, കേരളത്തിൻ്റെ ഒരു പത്രസ്വാതന്ത്ര്യമുണ്ട്, അതിനെ നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഈ വക്കീലന്മാരുടെ അടുത്തും മാധ്യമപ്രവർത്തകർക്കൊക്കെ വരുന്നത്. എന്തായാലും അതിന് ഒരു ജനങ്ങൾക്ക് അതിന് മാന്യമായ ഉത്തരവ് കൊടുക്കാനുള്ള അവകാശം ഇവിടുത്തെ സർക്കാരിനുണ്ട്, ഇതുപോലെ വക്കീലന്മാർക്കുണ്ട്, പോലീസുകാർക്കുണ്ട്. ഇന്നിപ്പം ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ പ്രശ്നങ്ങൾ, അത് പത്രപ്രവർത്തനമായാലും ശരി, അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും ശരി, അത് വക്കീലന്മാരുടെ ഭാഗത്തുനിന്നായാലും ശരി, പ്രശ്നങ്ങളെ നമുക്ക് എത്ര വലിപ്പിച്ച് കൊണ്ടുവരാനും കഴിയും, എത്ര രമ്യമായിട്ട് കുറച്ച് കൊണ്ടുവരാനും കഴിയും. പക്ഷെ പ്രശ്നങ്ങൾ നമ്മൾ രമ്യമായി തീർക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങേയറ്റം അപലപനീയമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉളവാക്കിയിട്ടുള്ളത്. അറിയാനുള്ള ആഗ്രഹം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഓരോ പൗരൻ്റെയും അവകാശമാണ്. നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമം കയ്യിലെടുക്കുന്ന ഈ അവസ്ഥ ഏറ്റവും ഇതായി മാധ്യമപ്രവർത്തകർ മാത്രമല്ല പൊതുജനങ്ങൾ തന്നെ തെരുവിലിറങ്ങി എതിർക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉളവായിട്ടുള്ളത്. ഇതിൽ ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിക്കുകയാണ്. അപ്പോൾ മാധ്യമങ്ങളെ എതിരായിട്ടുള്ള ഒരു കടന്നുകയറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായെന്ന് പറഞ്ഞാൽ അത് ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് ഒരു CPM പ്രവർത്തനമാണ് എന്നാൽ നമ്മൾ ഇതായിട്ട് അത് അംഗീകരിക്കുന്നില്ല ഏതായാലും. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെതിരായിട്ട് ഈ മാധ്യമപ്രവർത്തകർക്ക് എതിരായിട്ടുള്ള കടന്നുകയറ്റത്തിന് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഇത് വീഴ്ച ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിനെതിരായിട്ടൊരു നടപടി എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ മാധ്യമങ്ങളെ ഈ കോടതിയിൽ കയറ്റാതിരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് എതിരായിട്ടുള്ള ഈ വക്കീലന്മാർ അപ്പോൾ ഇങ്ങനെ ഒരു കോടതി വിധിയൊക്കെ വന്നിരുന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വക്കീലന്മാർ അങ്ങനെ ഒരു എതിർപ്പ് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ജനങ്ങളറിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മാധ്യമങ്ങൾ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ഒരു നല്ലൊരു കാര്യങ്ങൾ തന്നെയാണ്. മാധ്യമങ്ങളെ ഉപദ്രവിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. മാധ്യമ പ്രവർത്തനം തന്നെയാണ് സമൂഹത്തിൽ ജനാധിപത്യം തേച്ച് നടക്കുന്നത് മാധ്യമങ്ങളാണ്. അത് നിഷേധിക്കാൻ വക്കീലന്മാരും ഈ പോലീസുകാരും വിചാരിച്ചാൽ നടത്തുന്ന സംഭവമാണ് അത്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് അരാഷ്ട്രീയതയാണെന്ന് CR നീലകണ്ഠൻ. കുണിയൻപറമ്പത്ത് ഭഗവതി ക്ഷേത്രം എഡ്യൂക്കേഷണൽ സൊസൈറ്റി കുണിയൻ എൽ സ്കൂളിന്റെ ശിലാസ്ഥാപനം P. കരുണാകരൻ MP നിർവഹിച്ചു. തീരദേശവാസികളോട് അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച നോർത്ത് കേരള ദളിത് ക്രിസ്ത്യൻ ഫെഡറേഷൻ മാട്ടൂൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ഇതര സംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ച് പാൻടെക് സുരക്ഷാ മൈഗ്രന്റ് പ്രോജക്ടിന്റെ 2ാം ഘട്ട സ്ക്രീനിംഗ് ക്യാമ്പ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വിനോദസഞ്ചാരികളെ മാടി വിളിച്ച് ഹരിതീർത്ഥകര വെള്ളച്ചാട്ടം. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.